കൊല്ലം ചാത്തന്നൂരിൽ ഹോസ്റ്റൽ കെട്ടിടത്തിൽ ഡ്രെയിനേജ് സ്ലാബ് പൊട്ടി വൻ അപകടം. ടാങ്കിനുള്ളിൽ വീണ വിദ്യാർത്ഥിനിയെ ഫയർഫോഴ്സ് എത്തിയാണ് രക്ഷപ്പെടുത്തിയത്. MES കോളേജിന്റെ ഡ്രെയിനേജ് സ്ലാബാണ് പൊട്ടി അപകടം ഉണ്ടായത്. വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന് ഷമീർ അബ്ദുൾ ചേർന്നു. ഷമീർ, എത്ര മണിയോടെയാണ് അപകടം സംഭവിച്ചത്? കേട്ടിടത്തോളം വലിയ അപകടമാണ് എന്നാണ് മനസ്സിലാകുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ലക്ഷ്മി പത്മ, ഏതാണ്ട് അരമണിക്കൂർ മുമ്പാണ് ഈ അപകടം ഉണ്ടാകുന്നത്. അതായത് ഈ പെൺകുട്ടികൾ രണ്ടുപേരും ഈ കെട്ടിടത്തിൻ്റെ 4ാം നിലയിൽ സ്ലാബിൽ നിന്ന് സംസാരിക്കുമ്പോഴാണ് ഈ സ്ലാബ് വേഗത്തിൽ പൊട്ടി തകർന്ന ഇവരിൽ ഒരാൾ, രണ്ടാമതാൾ, അതായത് തൃശ്ശൂർ സ്വദേശിയായ മനീഷ, സാദി എന്നിവർക്കാണ് പരിക്കേറ്റത്. സ്വാതിയാണ് ഇത്തരത്തിൽ ഈ മാൻഹോളിലേക്ക് വീണത്. ഏതാണ്ട് ഫയർഫോഴ്സ് എത്തി ഏതാണ്ട് വളരെ വേഗത്തിൽ രക്ഷാപ്രവർത്തനം നടത്തി ഈ പെൺകുട്ടിയെ അവിടെ നിന്നും രക്ഷപ്പെടുത്തുകയായിരുന്നു. അതായത് വളരെ ഇടുങ്ങിയ ഒരു ഹോളിലേക്കാണ് ഈ പെൺകുട്ടി വീണത്. മറ്റൊരു പെൺകുട്ടി നിലത്തേക്ക് പതിക്കുകയും ചെയ്തു. എന്തായാലും വളരെ ഭയാനകമായ ഒരു അപകടമാണ്. സാധാരണ ഈ പെൺകുട്ടികൾ ഈ സമയങ്ങളിൽ 4ാം നിലയിലേക്ക് എത്തി അവർ ഫോൺ ചെയ്യുകയും വീട്ടുകാരെ വിളിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സമയമാണ്. ഈ ഒരു സമയത്താണ് ഇത്തരത്തിൽ ഈ ഒരു അപകടം MES കോളേജിൻ്റെ ഹോസ്റ്റലിൽ സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും ഇവരെ രണ്ടുപേരെയും കൊല്ലത്തെ ഒരു സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവരുടെ പരിക്കുകൾ ഗുരുതരം ആണ് എന്നാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം. ഇതിൽ ഈ രണ്ടാമത് വീണ പെൺകുട്ടി മാൻഹോളിൽ അകപ്പെട്ട് കിടന്നപ്പോൾ ആദ്യം വീണ പെൺകുട്ടി മറ്റൊരു പ്രദേശത്തുണ്ടായിരുന്ന നാട്ടുകാരെ വിളിച്ച് അവർ നിലത്ത് വീണ ആഘാതത്തിൽ തന്നെ വലിയ ഉച്ചത്തിൽ നിലവിളിക്കുകയും അവരുടെ പരിക്കുകൾ ഗുരുതരമാവുകയും ചെയ്തിരുന്നു. അവർ ഉച്ചത്തിൽ നിലവിളിച്ചതിന് അടിസ്ഥാനത്തിലാണ് പ്രദേശവാസികൾ ഓടിക്കൂടുകയും ഈ മാൻഹോളിലേക്ക് തൻ്റെ സുഹൃത്ത് വീണ് കിടപ്പുണ്ടെന്ന ആ കുട്ടി രക്തത്തിൽ കുളിച്ചു കിടന്ന് അവിടെ പറയുകയും ചെയ്തത്. എന്തായാലും സുഹൃത്തിനെ രക്ഷപ്പെടുത്താൻ ആ കുട്ടിയുടെ ഒറ്റ പ്രയത്നം, അതായത് അത്രയും വലിയൊരു കെട്ടിടത്തിന് മുകളിൽ നിന്ന് ആ കുട്ടി വീഴുമ്പോൾ പോലും സ്വന്തം സുഹൃത്ത് ആ മാൻഹോളിൽ വീണ് കിടക്കുകയാണെന്ന് ആ കുട്ടി പറയുകയും ചെയ്തു. പിന്നീടാണ് ഫയർഫോഴ്സ് വളരെ വേഗം, അതായത് ചാത്തന്നൂരിൽ നിന്ന് വളരെ അടുത്താണ് പരവൂരിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘം, അവർ വളരെ വേഗത്തിൽ അവിടേക്ക് എത്തുകയും ആ മാൻഹോളിൽ നിന്നും ആ പെൺകുട്ടിയെ അവിടെ നിന്നും രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും ഇവരുടെ രണ്ടുപേരുടെയും പരിക്കുകൾ ഗുരുതരമാണ്. ഇവരെ കൊല്ലത്തെ മേവറത്തുള്ള സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ആരോഗ്യ വിവരങ്ങളെക്കുറിച്ച് നമ്മൾ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തിരക്കുമ്പോൾ ഇപ്പോൾ ഒന്നും പറയാൻ സാധിക്കില്ല എന്നാണ് മെഡിക്കൽ കോളേജ് അധികൃതർ പറയുന്നത്. എന്തായാലും അത്യധികം ദാരുണമായ ഒരു സംഭവം, അതും ഏതാണ്ട് 100-ലധികം കുട്ടികൾ താമസിക്കുന്ന ഒരു ഹോസ്റ്റലിൽ, അതും ഒരു മാൻഹോളിലേക്ക് സ്ലാബ് തകർന്ന് പെൺകുട്ടികൾ താഴേക്ക് വീഴുന്ന ഒരു സംഭവം, അത് ഗുരുതരമാണ്. എന്തായാലും പോലീസ് ഈ സംഭവ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്, വിവരങ്ങൾ ആരായുന്നുണ്ട്. ഈ പ്രദേശം, അതായത് ഈ 4ാം നിലയിലേക്ക് പോലീസ് അധികൃതർ എത്തി ഈ സ്ലാബിൻ്റെ ഘടന, അതുപോലെ പെട്ടെന്നൊരാൾ എങ്ങനെയാണ് ഈ സ്ലാബ് തകർന്ന് താഴേക്ക് വീഴുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് പരിശോധിക്കുന്നത്. എന്തായാലും വളരെ വേഗത്തിൽ ഇവരുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ വാർത്ത. ലക്ഷ്മി പത്മ, സംയോജിതമായ ഒരു ഇടപെടൽ ഏതായാലും ഫയർഫോഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് കാരണം കുട്ടികളുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. എങ്കിലും വലിയ അപകടം തന്നെയാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. കൊല്ലം ചാത്തന്നൂരിലാണ് ഹോസ്റ്റൽ കെട്ടിടത്തിൽ ഡ്രെയിനേജ് സ്ലാബ് പൊട്ടി വലിയ അപകടം ഉണ്ടായിരിക്കുന്നത്. ടാങ്കിനുള്ളിലേക്ക് ഒരു കുട്ടി വീഴുകയായിരുന്നു. അവരെയാണ് ഫയർഫോഴ്സ് എത്തി രക്ഷപ്പെടുത്തിയത്. MES കോളേജിൻ്റെ ഡ്രെയിനേജ് സ്ലാബാണ് പൊട്ടി ഇത്തരത്തിൽ അപകടമുണ്ടായത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കൊല്ലത്ത് നിന്ന് ഷമീർ അബ്ദുൾ.